അയോധ്യയിലേക്ക് സമ്മാനങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. അതായത് സാധാരണപ്പെട്ട ജനം മുതൽ വലിയ വലിയ വ്യവസായികൾ വരെ വലിയ രീതിയിൽ തന്നെയുള്ള സമ്മാനങ്ങളാണ് നൽകുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ. അതിൽ വ്യത്യസ്തമായ ചില സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 500 കിലോ വരുന്ന സ്വർണം പൂശിയ വലിയ പെരുമ്പറ, ഒപ്പം തന്നെ 2200 കിലോഗ്രാം തൂക്കം വരുന്ന ഓട്ടുമണി, 4.31 കോടി രാമമന്ത്രം എഴുതിയ ഒറ്റ കടലാസ്, റാം ഹലുവ, ഗുജറാത്തിൽ നിന്ന് 108 അടി നീളമുള്ള 3600 കിലോഗ്രാം തൂക്കമുള്ള ചന്ദനത്തിരി, അത് കഴിഞ്ഞ ദിവസം ഈ അയോധ്യയിൽ കത്തിക്കുകയുണ്ടായി. ലഡ്ഡു, പാതുകങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, രത്നാഭരണങ്ങൾ, ഒപ്പം തന്നെ സ്വർണം, വെള്ളി, ഇതെല്ലാം ഉള്ള ആഭരണങ്ങൾ ഇതെല്ലാം അവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ 5 ലക്ഷം ലഡ്ഡു മധ്യപ്രദേശിൽ നിന്നുള്ള വ്യവസായികൾ നൽകി. 50 ഗ്രാം വീതം തൂക്കമുള്ള ലഡ്ഡു ആണ് നൽകിയത്. 560 കിലോഗ്രാം പേട ആഗ്രയിലുള്ള പേട വ്യാപാരികൾ നൽകിയിരുന്നു. നാഗപ്പൂരിലെ ഒരു ബേക്കറിയാണ് 7000 കിലോ ഈ റാം ഹൽവ നൽകിയത്. ഈ ഹൽവ ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുത്തവർക്കൊക്കെ നൽകുകയുണ്ടായി. കേരളത്തിൽ നിന്ന് നൽകിയത് ഓണവില്ലാണ്. അലിഗഡിലെ ഈ കൊല്ലപ്പണിക്കാർ നൽകിയ ഒരു ഗിഫ്റ്റ് 400 കിലോ ഭാരം വരുന്ന ഒരു വലിയ പൂട്ടാണ് നൽകിയത്. 8 രാജ്യങ്ങളിലെ ഒരേ സമയം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു കൂറ്റൻ ക്ലോക്കും സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. സീതയുടെ ജന്മനാടായ നേപ്പാളിലെ ജൻപുരിയിൽ നിന്നാണ് വലിയൊരു സമ്മാനം എത്തുന്നത്. 3000-ഓളം സമ്മാനങ്ങളാണ് 30 വാഹനങ്ങളായി എത്തിയിരിക്കുന്നത്. അതിനകത്ത് വളകളുണ്ട്, ഒപ്പം തന്നെ ആഭരണങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ അതിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 20 അടി നീളമുള്ള വാഴനാരിൽ കോർത്ത സാരിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ നരേന്ദ്രമോദിക്കും കിട്ടിയ ഒരു സമ്മാനം, അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം ക്ഷേത്രത്തിൻ്റെ 15 മീറ്റർ നീളമുള്ള ഒരു വലിയ ചിത്രമാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനമായി കിട്ടിയത്. ഏതായാലും അയോധ്യയിലേക്ക് സമ്മാനങ്ങളുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല. അതായത് സാധാരണപ്പെട്ട ഒരു ഭക്തനും വലിയ പണമുള്ള ഭക്തനും അവരുടെ ആ ശക്തിക്കനുസരിച്ചിട്ടുള്ള സമ്മാനങ്ങളാണ് എത്തുന്നത്. സാധാരണഗതിയിൽ ഈ പാതുകങ്ങൾ, വെള്ളി പാതുകങ്ങളാണ് കൂടുതലായി ലഭിക്കുന്നത്. സ്വർണ്ണവും രത്നങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ ലഭിക്കുന്ന സമ്മാനങ്ങളെല്ലാം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.